എനിക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. പ്രേക്ഷകർക്ക് ഇപ്പോൾ കണ്ട് മനസ്സിലായിട്ടുണ്ട്. നമ്മളൊക്കെ കുറേ കാര്യങ്ങൾ കണ്ട ആളാണ്. ഒത്തിരി സന്തോഷമുണ്ടോ? ശരീരമൊക്കെ വലിയ കുറവൊന്നുമില്ലല്ലോ. ഇല്ല. എന്നാ ഫുഡാണോ? ഫുഡുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് നടക്കാൻ പോകണം. അതെ 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 അതെ. നടക്കുന്നുണ്ടോ? ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ആര് നടക്കുന്നുണ്ട്? ഞാൻ നടക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ ഐസ്ക്രീം കൊടുക്കുന്നുണ്ട് ഇവിടെ. ഐസ് പോട്ട് നമ്മളെ അളിയനാണ്. അളിയനും കൂടെ അല്ലേ? ബന്ധം കൂടെയാണ്. ആ ബന്ധം കൂടെ ഉണ്ട്. നമ്മളൊരു ചങ്കാണ് അവൻ. അപ്പോൾ അമ്മയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഐസ്ക്രീം കൊടുക്കാണ്. ഞാൻ കലാഭവൻ ബാദുഷ. എത്ര വർഷമായി നിങ്ങളൊക്കെ? 20-30 വർഷത്തോളം. ഞാൻ 30 വർഷമായി. സിനിമാ താരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ബഡായി ബംഗ്ലാവ് ഇപ്പോൾ കുറേ ഷോകൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞിട്ട് ഷോ, പിഷാരയുടെ ഒരു ഫണ്ട്സ് അപ്പോൺ ടൈം, അങ്ങനെ വലിയ ഷോകളൊക്കെ കുറേ ആൾക്കാരെ ഈ രംഗത്തോട്ട്, മിമിക്രി രംഗത്തോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇന്ന് ഞങ്ങളുടെ മായുടെ ഒരു ആഘോഷമാണ്. സന്തോഷം, കുറേ ആൾക്കാരെ കണ്ടതിൽ ആ ഒരു സന്തോഷം. അപ്പോൾ ഇവിടെ നിങ്ങളെ കാണാൻ പറ്റിയതും സന്തോഷം. അല്ല, ഞാൻ പറയാം, നിങ്ങൾ എപ്പോഴും പിന്നിലായിരുന്നു പ്രവർത്തിക്കുന്നത്. അതെ, ആ പിന്നിൽ പ്രവർത്തിക്കുന്ന ഷോകളൊക്കെ ഹിറ്റാണ്. അതാണ് നിങ്ങളുടെ നിങ്ങളുടെ പേര് എഴുതി വരുള്ളൂ. പേര് എഴുതി വരുള്ളൂ. പക്ഷെ നമ്മളാണ് ഇതിന്റെ പിന്നിലെന്ന് ആർക്കും അറിയില്ല. ആ പിന്നിലുള്ള കലാഭവൻ ബാദുഷ ഞാനാണ് ഷോണ്. അപ്പോൾ വളരെ സന്തോഷം ഇന്ന് ഇവിടെ വരാൻ സാധിച്ചതിൽ. പിന്നെ നമ്മൾ മിമിക്രിയാണ്. അപ്പോൾ ഒരു വോയിസ് എടുക്കാം. ഏത് വോയിസ്? അതാ ഞാൻ പറയാം. ജനാർദ്ദനൻ സാറിന്റെ വോയിസ് എടുക്കാം. ജനാർദ്ദൻ ചേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും ഒന്ന് വിളിക്കുന്ന ഒരു വോയിസ്. അതെ അതെ. ഓ പിടികിട്ടി. അപ്പൊ ഇന്ന് മാട് ആഘോഷമാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ വന്ന എല്ലാവരും അടിച്ചു പൊളിക്കുക. ഓ എടാ എഴുതോ നല്ല സിനിമയിൽ എടുത്തടാ. പിന്നെ ഞാൻ കൂടുതൽ ചെയ്യുന്നത് കൊച്ചി അനിഫിക്കാണ്. അനിഫിക്കയുടെ വോയിസാണ്. ആസറ എല്ലാവർക്കും നമസ്കാരം. മാടെ പരിപാടി നടക്കണം. അപ്പൊ ഇന്ന് അടിച്ചു പൊളിക്കണ്ടേ? ആസറ സേതോട് കാപ്പിടിക്ക കാശ കുത്തി പടത്തിക്കളിക്കാൻ. അപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ എന്തായാലും പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എന്തായാലും ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ആദ്യമായിട്ടാണ് മായിൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. തീർച്ചയായിട്ടും കൂടെ ഇനിയുള്ള കൂടെ യാത്രയിൽ നമ്മളുണ്ടാവും. 1 2 ടോക്സ് കൂടെ ഉണ്ടാവും. ടോക്സിന്റെ എല്ലാവിധ ആശംസകളും ഞങ്ങൾ കലാകാരന്മാരുടെ എല്ലാ പ്രാർത്ഥനയുണ്ട്. താങ്ക് യു. അതാണ് ഓരോ പഴയ ആളുകളെ കാണുന്നു. ഇങ്ങനെ വരുന്നു. എവിടെയായിരുന്നു? എന്തുണ്ട്, സുഖം അല്ലേ? സന്തോഷം. എങ്ങനെയുണ്ട് ഒരു ആംബിയൻസ്? ആംബിയൻസ് ഭയങ്കര രസമല്ലേ? ഭയങ്കര ഒരു അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇത്രയും പ്രതീക്ഷിച്ചില്ലേ? നമ്മൾ കഴിഞ്ഞ വർഷം വന്നതിനെക്കാട്ടിലാണ് ഓരോ വർഷവും അങ്ങനെ. അതാണ് ഈ സംഘടന തലപ്പത്തിരിക്കുന്നവർ അതിനുവേണ്ടി അധ്വാനിക്കണം രാത്രിയൊക്കെ. നിങ്ങൾ വന്നതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ അത് ഇവര് നമ്മൾ കൊണ്ടുവന്നല്ലേ, അല്ലെങ്കിൽ വരാൻ പറ്റൂല്ലോ. കളർഫുൾ ആയിട്ടോ. അവിടെ കൂപ്പണൊക്കെ പൂരിപ്പിച്ചിട്ടുള്ളൂ അല്ലേ? ടി വി തലേ ചുവന്ന് കൊണ്ടുപോകണം. കുറെ പ്രൈസ് ഉണ്ട്. മൈജി, അജ്മി ഒക്കെ പ്രൈസ് ഉണ്ട്. എല്ലാം തലേ ചുവന്ന് കൊണ്ടുപോകണം. വണ്ടി കൊണ്ടുവന്നിട്ടില്ലേ? വലിയ വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ബെഡ്റൂം സെറ്റ് ഉണ്ടാവും. കൊണ്ടുപോകണം. വലിയ വണ്ടി, ലോറി വേണം. വിളിച്ചിട്ടേക്കാം. അപ്പൊ എല്ലാം അടിച്ച് കൊണ്ടുപോകണം. പറയൂ, എങ്ങനെയുണ്ട് സംഘടന പ്രവർത്തനമൊക്കെ? അടിപൊളിയായിട്ടാണ്. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സന്തോഷമാണ്. ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കലാകാരന്മാരും, നമുക്ക് എല്ലാവരും എപ്പോഴും വിളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഇന്നത്തെ ഒരു ദിവസമാണ് എല്ലാവരും ഇട്ടൊന്ന് എൻജോയ് ചെയ്യുന്നതും എല്ലാവരും ഒന്ന് വീണ്ടും ഒന്ന് കാണുന്നതും. അതിൻ്റെ ഒരു സന്തോഷമാണ്. നല്ലൊരു. എത്ര വർഷമായി മെമ്പർ? ഇപ്പൊ ഇതിനകത്ത് വന്നിട്ട് ഒരു 5-8 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടോ? 8 വർഷം കൂടുതലായിട്ടുണ്ടോ? മെയിൻ ആയിട്ട് എന്താണ് സ്റ്റേജ് ചെയ്യാറുള്ളത്? ഞാൻ കോമഡി സ്കിറ്റുകൾ ചെയ്യാറുണ്ട്. സ്കിറ്റുകളായിരുന്നല്ലോ മെയിൻ ആയിട്ട്. സ്കിറ്റുകളാണ്. സൗണ്ടുകളല്ല, സ്കിറ്റുകളാണ്. നിങ്ങളൊരു കോംബോ ആണ്. കുറെ പേര്, നമുക്ക് കുറെ കോംബോ ഉണ്ട്. നമ്മുടെ ടീം വർക്ക് കുറെ പേരുണ്ട്. അങ്ങനെ ടീം വർക്കാണ് നമ്മൾ എപ്പോഴും സ്റ്റേജിൽ പെർഫോം ചെയ്യാറ്. ലാസ്റ്റ് പ്രോഗ്രാം ചെയ്തിട്ട് എത്ര നാളായി? ലാസ്റ്റ് പ്രോഗ്രാം ഇപ്പം നമ്മുടെ മഴവിൽ മനോരമയിൽ ചെയ്തിട്ട് ഒരാഴ്ച ആകുന്നുള്ളൂ. അവിടെ നിരന്തരം ഷോയിലല്ല? നിരന്തരം ഇപ്പൊ ഷോയിൽ ഒരു ചിരി ബമ്പർ ചിരി എന്ന് പറഞ്ഞ പ്രോഗ്രാമിലാണ് ഇപ്പൊ ഉള്ളത്. മഞ്ജു ചേച്ചിയൊക്കെ ഉണ്ടല്ലോ അവിടെ. മഞ്ജു ചേച്ചിയൊക്കെ ഉണ്ട്. കൗണ്ടറൊക്കെ അടിച്ചോണ്ടിരിക്കുമല്ലോ. കൗണ്ടർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളിയായിട്ട് കൗണ്ടർ അടിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ? നല്ല സുഖമായിട്ട് പോകുന്നു. നല്ല അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പൊ നമ്മുടെ ഒരു സ്കിറ്റ് വന്നു, ഭയങ്കരമായിട്ട് അത് റീച്ച് ചെയ്തു. ഇപ്പൊ എല്ലാവരും വീണ്ടും എല്ലാവരും വിളിച്ചു ആ സ്കിറ്റിനെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ ഒരുപാട് സന്തോഷം. വളരെ ഹാപ്പിയിലാണ് ഈ ഒരു ആഴ്ച. അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കണം. ഇവിടെ സ്റ്റേജിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്റ്റേജിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാവില്ലേ? അതൊക്കെ നമുക്ക് ഒപ്പിയെടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പം നമ്മള് അടുത്ത ആളെ നമ്മൾ വിളിക്കുമ്പോൾ മലയാളികൾ എന്നും ഓർത്തു വെക്കുന്ന ഒരു കലാകാരനാണ്. അപ്പോൾ ഒരു മ്യൂസിക് ഇട്ട് വരാം നമുക്ക്. മലയാളികൾ എന്നും ഓർത്തു വെക്കുന്ന മുഖം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കണ്ട മുഖങ്ങൾ ഒത്തിരി, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് കണ്ട മുഖങ്ങൾ ഒത്തിരി പേരെ ഇപ്പൊ കാണാൻ പറ്റുവാണ്. എനിക്ക് അതൊക്കെയാണ് സന്തോഷം കേട്ടോ. നിങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് വീണ്ടും കാണാൻ തോന്നുന്ന കാലഘട്ടം അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കും. ഇവിടെ വന്ന് കാണാൻ പറ്റില്ല. ഒത്തിരി സന്തോഷം. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല സുഖമായി പോകുന്നു. ഞങ്ങളുടെ
ഈ ഒരു കൂട്ടായ്മ ഇന്ന് ഒത്തൊരുമിച്ച് കൂടെയാണ് ഇന്ന് ഇവിടെ പൊളിക്കും, അടിച്ച് പൊളിക്കാൻ പോകണം. അമ്മ എന്ന സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ സംഘടന. അമ്മ എന്ന് പറഞ്ഞ സംഘടന തൊട്ട് പുറകിൽ നിൽക്കുന്ന ഒരു സംഘടന ഞങ്ങളുടെ. എല്ലാവരും വന്നിട്ടുണ്ട്, എല്ലാവരെയും കണ്ട് വിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ബാക്കിയെല്ലാം ഇതിന്റെ സ്റ്റേജിലായിരിക്കും പെർഫോമൻസ്. അതല്ലേ? എങ്കിലും എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നമ്മളൊക്കെ ഒത്തിരി എൻ്റെ മൈക്കുണ്ട്, നമ്മളൊക്കെ ഒത്തിരി നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. ഈ പ്രേക്ഷകർ കണ്ടുപറഞ്ഞ സാധനങ്ങൾ പക്ഷേ എങ്കിലും ഇപ്പോഴും ആ CD എടുത്തിട്ടാൽ അല്ലെങ്കിൽ യൂട്യൂബ് അടിച്ചാൽ നിങ്ങളൊക്കെ പെർഫോമൻസ് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറെ ഐറ്റംസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഐറ്റം ഒന്നും ഇവിടെ ഐറ്റമായിട്ട് എടുക്കാൻ പറ്റില്ല എനിക്ക്. ഞാനിപ്പോ ഡയലോഗുള്ളൂ. അത് ആമിനത്താത്തൻ ബീരാനിക്ക എന്ന് പറഞ്ഞാൽ മലയാളി മനസ്സിലുള്ളതാണ്. അതിൽ ആമിനത്താത്ത എന്ന് വന്നിട്ടില്ല. അല്ല, അബിക ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് സാജു കൊടിയനാണ്. പുള്ളി ഓൺ ദ വേ എന്ന് പറഞ്ഞത് വരും. അപ്പൊ അതിനകത്ത് ബീരാനിക്ക് ഞാനായിരുന്നു, അതറിയാം വർഷങ്ങളായിട്ട്. അപ്പൊ ഞാൻ ഈ നമ്മുടെ ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ആശംസ. പടച്ചോനെ, എന്താ ഈ കാണുന്ന പ്രപഞ്ചം! ഈ അസീസിയ കൺവെൻഷൻ സെന്ററിൽ നമ്മുടെ പുള്ളങ്ങളൊക്കെ വന്നിട്ട് തകർക്കാൻ പോവല്ലേ. അപ്പൊ എല്ലാവരും വരണം, കാണണം, അടിച്ച് പൊളിക്കാൻ ചെയ്യും നമുക്ക് ഇൻഷാ അല്ലാ. ഒത്തിരി സന്തോഷം. കൂപ്പണൊക്കെ പൂരിപ്പിച്ചിട്ടുള്ളത് എല്ലാം പ്രൈസ് അടിച്ചുകൊണ്ട് പോകണം. വൈകുന്നേരം അടിച്ച് പൊളിക്കണം. ഒരു DJ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ? DJ ഉണ്ട്, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാം. ഒത്തിരി സന്തോഷമാകുന്നു. ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ പല ആൾക്കാരും കണ്ടു മറക്കുന്ന മുഖങ്ങളുണ്ട്, പിന്നെയും ഓർമ്മപ്പെടുത്തും ഓരോ വർഷം തോന്നുമ്പോൾ. അതാണ് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ഒത്തിരി സന്തോഷം കേട്ടോ. നിങ്ങളൊന്നും നമുക്കൊന്നും മറക്കാൻ കഴിയില്ല. സിനിമയിലും ഉമ്മൻചാണ്ടി ഒരുപാട് ചെയ്യുക കലകൾ എന്തോരമാണ് ഇഷ്ടമാര്. അല്ല, ഇവിടെ വന്നു കഴിയുമ്പോഴല്ലോ നിങ്ങൾ ആ പഴയ സിനിമാല ടീമിനെ സിനിമ സത്യം പറഞ്ഞു. ഞാൻ ഒരുപാട് ജോലിക്കാരനാണ്. ഇപ്പോൾ കൊച്ചിൻ നാവൽ ബേസിൽ ജോലിക്കാരനാണ്. 2007 ജോലിക്ക് കയറിയതുകൊണ്ട് പരിപാടിക്കൊന്നും പങ്കെടുക്കാറില്ല. എന്നാലും ഇവിടെ വന്നപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ. നിങ്ങളെ യൂട്യൂബിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഒരുപാട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു യൂട്യൂബറാണ്. സൂപ്പർ. ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എങ്ങനെ വന്നപ്പോഴാണ് ഇപ്പൊ കാണാൻ പറ്റും. ഈ സംഘടനയുടെ കൂടെ ഇനിയുണ്ട്, ഇനിയുള്ള യാത്ര. താങ്ക് യു. പ്രേക്ഷകർ കാണുന്നു. ഞങ്ങളുടെ ഏറ്റവും വലിയ വില ഞങ്ങളുടെ സംഘടനയാണ്. നമ്മൾ എവിടെ ചെന്നാലും എന്തെങ്കിലും അസുഖം വന്നാൽ സഹായിക്കാൻ സംഘടന മാത്രമേ ഉള്ളൂ. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞ് ഓരോരുത്തരെ കാണുമ്പോൾ വർഷങ്ങളായി, ഒരു വർഷമായിട്ട് ഇപ്പോൾ ഒരാളുകളെ പരിചയപ്പെടണം. വളരെ സന്തോഷം, ഭയങ്കര സന്തോഷം. അപ്പോൾ നമുക്ക് ഉമ്മൻചാണ്ടിയുടെ ഞാൻ പറയാം. നമുക്ക് ഈ ഉമ്മൻചാണ്ടി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇവിടെ എത്തിയിരിക്കുവാണെന്ന്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ പഴയ സുഹൃത്തുക്കളെ കാണാൻ പറ്റിയത്. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അതിന് ഞാൻ ഞങ്ങളുടെ സംഘടനയ്ക്ക് എല്ലാവിധ നന്ദി നമസ്കാരം പറയുന്നു. താങ്ക് യു. അവിടുത്തെ വേറെ വരുന്നുണ്ട്, കൗണ്ടറുകൾ വരുന്നുണ്ട്. അത് വരുമല്ലോ. അങ്ങനെയാണല്ലോ ജീവിതത്തിലുള്ളത്. വരെ കൗണ്ടർ വന്നിട്ടിരിക്കും. ഉമ്മൻചാണ്ടി ആയിരുന്നല്ലോ മെയിൻ ചെയ്തോണ്ടിരുന്നത്. ഉമ്മൻചാണ്ടി സാറിന് ഈ ഇടക്കല്ലേ മുഖ്യമന്ത്രി ആയപ്പോൾ അയക്കുമ്പോൾ ഇന്ദ്രൻസ്, അശോകൻ, അങ്ങനെ ഒരുപാട് സ്റ്റാറൊക്കെ. അമരത്തിലെ ടീച്ചർ ഒരു ചുമ്പട് തരാമോ? കടമോട്ട് നാളെ തിരിച്ചുതരാം. ഒറ്റ കാണാം. തിരുവല്ലാപുരം തിരുവതാ തിയേറ്റേഴ്സിന്റെ പ്രഥമ നാടകമായ ഊരാക്കുടുക്കളിൽ അഭിനയിക്കുന്നതിന് വേണ്ടി ഒരു നാടകണി പൊട്ടിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ പോയിട്ട് പിന്നെ വരാം. ഒരുപാട് നാളെ എടുത്തിട്ട് അതാണ് സൗണ്ട്. അല്ല, ഇതൊക്കെ ഇപ്പോഴും നിങ്ങൾ പ്രാക്ടീസ് പോലും ചെയ്യാതെ അല്ലേ ഇപ്പോഴും വരുമല്ലേ? അതൊക്കെ ആലമ്പുടുണ്ട്, പഴയ ആലമ്പുട്. എൻ്റെ മുന്നേ അമ്മണിക്കുട്ടി, നിനക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി വരാമോ? നീ പുറത്തേക്ക് ഇറങ്ങി വന്നാൽ നിനക്ക് ഞാനൊരു സാധനം തരാം. താങ്ക് യു. നിങ്ങളെ പരിചയപ്പെട്ട വളരെ സന്തോഷം. ഞാൻ വരും. നിങ്ങളെ കുറെ വേറെ സ്പെഷ്യൽ ഇന്റർവ്യൂ ഒക്കെ എടുക്കാൻ വരും. ഞാൻ ഇവിടുന്ന് നമ്പർ കളക്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും. ഞാൻ വരും കേട്ടോ. ഒത്തിരി സന്തോഷം. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.